आशिक सा तो सादा कोई और न होगा दुनिया. തൻ്റെ പ്രണയം മനസ്സിലാക്കിയിട്ടുണ്ടാകുമെന്നുള്ള ധാരണയിലാവും പല കാമുകന്മാരും. അല്ലെങ്കിൽ അവൻ്റെ ഉള്ള് അവൾക്ക് മുമ്പിൽ തുറന്നു വെക്കപ്പെട്ടതായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. പ്രണയത്തിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. പ്രണയത്തിൽ ഹൃദയത്തിനേൽക്കുന്ന ആ മുറിവ് പോലും ആ പരിക്ക് പോലും ഒരു നേട്ടമാണ് എന്നാണ് അവൻ കരുതുന്നത്. വഴിയാഴത്തിലേക്ക് സ്വാഗതം. പ്രണയത്തെക്കുറിച്ചാണ് ഇന്നും സംസാരിക്കുന്നത്. വാക്കുകൊണ്ട് പറയാത്ത പല പ്രണയങ്ങളുണ്ട്. അവരുടെ ഉള്ളിൽ പരസ്പരം ഒരുപക്ഷെ പ്രണയത്തിൻ്റെ നാമ്പുകൾ വിടർന്നിട്ടുണ്ടാവും. നോക്കുകൊണ്ട് അവർ പ്രണയം കൈമാറിയിട്ടുണ്ടാകും. അവൾ അല്ലെങ്കിൽ അവൻ തൻ്റെ പ്രണയം മനസ്സിലാക്കിയിട്ടുണ്ടാകും എന്നുള്ള ധാരണയിലാവും പല കാമുകന്മാരും. തൻ്റെ പ്രണയിക്ക് ചുറ്റുമുള്ള ആളുകൾ മുഴുവൻ തന്നെ ഒരു കാമുകനായി, ഒരു ആഷിക്കായി കാണുന്നു എന്നുള്ളത് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാകും. പക്ഷെ യഥാർത്ഥത്തിൽ അവളുടെ ഉള്ളെന്ത് എന്നറിയാനുള്ള ഒരു ശ്രമം അവൻ നടത്തിയിട്ടുണ്ടാകും. അല്ലെങ്കിൽ അവന്റെ ഉള്ള് അവൾക്ക് മുമ്പിൽ തുറന്നു വെക്കപ്പെട്ടതായിട്ട് അവൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടാകും. അത്തരമൊരവസ്ഥ പലപ്പോഴും പ്രണയത്തിൽ കണ്ടുവരാറുണ്ട്. മീർ തക് മീറിന്റെ ഒരു ഗസലുണ്ട്. പത്താ പത്താ ബൂട്ടാ ബൂട്ടാ ഹാൽ ഹമാരെ ജാനെ ഹെ, ജാനെ ന ജാനെ ഗുൽ ഹി ന ജാനെ ബാഗ് തോ സാരാ ജാനെ ഹെ. पता पता बूढ़ा बूढ़ा हाल हमारा जाने हैं, जाने न जाने गुल ही न जाने बाग तो सारा जाने हैं. पत्ता पत्ता बूटा बूटा ഹാൽ ഹമാരെ ജാനെ. ഈ പൂന്തോട്ടത്തിലുള്ള സകല കുറ്റിച്ചെടികൾക്കും തളിരിലകൾക്കും എൻ്റെ അവസ്ഥ എന്താണെന്നറിയാം. എൻ്റെ പ്രണയം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ അവളോടുള്ള ആ പൂവിനോടുള്ള ആ പൂമുട്ടിനോടുള്ള പ്രണയം മനസ്സിലാക്കിയിട്ടുണ്ട്. ജാനേ ന ജാനേ ഗുൽഹി ന ജാനേ ബാഗ് തോ സാര ജാനേ. ഈ പൂന്തോട്ടം മുഴുക്കെ അറിഞ്ഞു. സകല കുറ്റിച്ചെടികളും തളിരിലകളും തൻ്റെ പ്രണയം മനസ്സിലാക്കി. പക്ഷെ താൻ ആരോടാണോ പ്രണയം പറയാൻ ഉദ്ദേശിച്ചത്, ആ പൂമുട്ട്, ആ പൂവിതൾ മാത്രം ഒന്നും അറിഞ്ഞില്ല. പ്രണയത്തിൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. തൻ്റെ പ്രണയം എങ്ങനെ ഇനി പ്രകടിപ്പിക്കുമെന്നുള്ള ഒരു ആശങ്കയാണ് യഥാർത്ഥം ഈ വരിയിൽ കാമുകൻ പ്രകടിപ്പിക്കുന്നത്. ഈ ഗസൽ വളരെ മനോഹരമായാണ് മീർ എഴുതിയിട്ടുള്ളത്. വളരെ ദീർഘമായ ഒരു ഗസൽ. അതിൽ മറ്റൊരിടത്ത് ഒരു കാമുക ഹൃദയം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് മീർ പറഞ്ഞു. വളരെ മനോഹരമായ രീതിയിൽ ആഷിക് സാ തോ സാദാ ഹോഗ ഓർ ന കോയി ദുനിയാ മേ जी के जिया को इश्क में उसके अपना वारा जाने है. आशिक सा तो सादा कोई और न होगा दुनिया में, और न होगा दुनिया में जी के जिया को इश्क में उसके अपना वारा जाने हैं. ആഷിക് സാ തോ സാദാ കോയി ഓർ ന ഹോഗ ദുനിയാ മേ. ഈ പ്രണയതാവിനേക്കാൾ, ഈ പ്രണയിയേക്കാൾ വിനയാന്വിതനായി മറ്റാരും കാണില്ല ഈ ഭൂമുഖത്ത്. അതെന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നതെന്ന് പറയാം. ജി കെ സിയാക്കോ ഇഷ്ക് മേ ഉസ്കെ അപ്നാ വാരാ ജാനേ ഹെ. ഹൃദയത്തിനേൽക്കുന്ന മുറിവുണ്ടല്ലോ, പ്രണയത്തിൽ ഹൃദയത്തിനേൽക്കുന്ന ആ മുറിവ് പോലും, ആ പരിക്ക് പോലും ഒരു നേട്ടമാണ് എന്നാണ് അവൻ കരുതുന്നത്. അതിനേക്കാൾ വിനയാന്വിതനായി ഈ ഭൂമുഖത്ത് മറ്റാരാണ് ഉണ്ടാവുക എന്നാണ് കവി ചോദിക്കുന്നത്. വളരെ മനോഹരമായ ഒരു ഗസലാണിത്. അതിലെ മറ്റു ഇരകൾ മറ്റു സന്ദർഭങ്ങളിൽ നമുക്ക് പരിചയപ്പെടാം. ഏറെ നന്ദി. जाने हैं